തിരുവാതിരക്കളിയും വട്ടപ്പാട്ടും വേദിയിൽ ആരംഭിച്ചതോടെ സദസ്സും നിറഞ്ഞു. ആബാലവൃദ്ധം ജനങ്ങളും കലോത്സവ നഗരിയിലേക്ക് ഒഴുകുകയാണ്. കലോത്സവം ജനകീയോത്സവമാകുന്ന ദൃശ്യങ്ങളാണ് കോട്ടക്കലിലെ കലോത്സവ നഗരിയിൽ നിന്നുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി പ്രകാശ് പോക്കാട്ട് കലോത്സവ നഗരിയിൽ നിന്ന് ചേരുന്നു. പ്രകാശ്, എന്താണ് ഇപ്പോൾ കലോത്സവ നഗരിയിൽ നടക്കുന്നത്? ഏതെല്ലാം മത്സരങ്ങൾ നടക്കുന്നു? ഏതെല്ലാം ഉപജില്ലകളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്? മലപ്പുറം ജില്ലാ കലോത്സവം രണ്ടാം ദിനം പിന്നിടുമ്പോൾ ഉച്ചയോട് കൂടിയുള്ള പോയിന്റ് നിലയാണ് നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. വേങ്ങര ഉപജില്ല ഇപ്പോൾ രണ്ടാം ദിവസം ഉച്ചയോട് കൂടി മുന്നിട്ട് നിൽക്കുകയാണ്. 293 പോയിന്റ്, അതായത് 293 പോയിന്റോട് കൂടി മലപ്പുറത്തെ രണ്ടാം സ്ഥാനത്താക്കി വേങ്ങര ഉപജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ 286 പോയിന്റുമായി വേങ്ങരയുണ്ട്. അതിനു പിന്നാലെ മൂന്നാം സ്ഥാനത്ത് മങ്കടയാണ്. 280 പോയിന്റാണ് മങ്കടയ്ക്കുള്ളത്, മങ്കട ഉപജില്ലയ്ക്ക്. കൂടാതെ നിലമ്പൂർ ഉപജില്ലയ്ക്ക് 278 പോയിന്റ്. താനൂർ ഉപജില്ലയുണ്ട്. താനൂർ 274 പോയിന്റുമായി താനൂരാണ് അഞ്ചാം സ്ഥാനത്തുള്ളത്. നമുക്ക് സ്കൂളുകളുടെ പോയിന്റ് നില നോക്കുമ്പോൾ CHMHSS, അതായത് പൂക്കളത്തൂർ കീഴ്ശ്ശേരിയിലെ CMHSS ആണ് 86 പോയിന്റുമായി സ്കൂളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ പൊന്നാനിയുണ്ട്. VHS പൊന്നാനിയാണ് 77 പോയിന്റോടെ ഉള്ളത്. കൂടാതെ അടക്കാക്കുണ്ട് വണ്ടൂർ സ്കൂളിലെ CHSS ആണ് 76 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുള്ളത്. എടരിക്കോട് PKMHS എടരിക്കോട്, അതായത് 76 പോയിന്റുമായി PKMHS നാലാം സ്ഥാനത്തുണ്ട്. മേലാറ്റൂർ സ്കൂളാണ് അഞ്ചാം സ്ഥാനത്ത് 65 പോയിന്റുമായി. ഉച്ചയോടുകൂടി തന്നെ നമ്മുടെ കലോത്സവ വേദികളിലെല്ലാം നിറഞ്ഞ സദസ്സാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളടക്കം, മത്സരം കഴിഞ്ഞ വിദ്യാർത്ഥികളും അല്ലാത്ത വിദ്യാർത്ഥികളടക്കം ഭക്ഷണശാലയെത്തി ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. കൂടാതെ വേദി 4-ൽ വട്ടപ്പാട്ട് മത്സരം നിറഞ്ഞ സദസ്സോടെയാണ് അരങ്ങേറുന്നത്. ഇന്നത്തെ ഉച്ചയോടുകൂടിയുള്ള പോയിന്റിൽ മാറ്റമുണ്ട്. വേങ്ങര ഉപജില്ല തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ക്യാമറമാൻ ആസാദിനൊപ്പം പ്രകാശ് പോക്കാട്ട്.